ഇപ്രാവശ്യത്തെ യാത്ര ഒരു ചെറിയ ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ ബസ്സിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഇത് നമ്മളാരും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെയൊക്കെ ലഗേജുകൾ, ചെക്ക് ഇൻ ലഗേജുകൾ ഫ്ലൈറ്റിൽ കയറ്റുന്ന സംഭവമാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ ആളുകളെ ഫ്ലൈറ്റിൽ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെക്ക് ഇൻ ലഗേജ് കയറ്റാനായിട്ട് ഇങ്ങനെ ഒരു കുട്ടി വണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് അതിൽ ഉള്ളിൽ ഓരോ വലുപ്പം അനുസരിച്ച് അടുക്കി പെറുക്കി വെക്കുന്ന നമുക്ക് കാണാം. ചെറിയൊരു ഫ്ലൈറ്റാണ് ഈ പ്രാവശ്യം നമുക്ക് യാത്രയ്ക്കുള്ളത്. ഇപ്രാവശ്യത്തെ യാത്ര വിജയവാഡയിലേക്കാണ്. വിജയവാഡയിൽ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ വീഡിയോ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ചെറിയൊരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ ഫ്ലൈറ്റ് ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ അകത്ത് സാധാരണ പോലെ തന്നെ വലിപ്പവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 നിര സീറ്റാണെന്നാണുള്ളൂ. സാധാരണ നമ്മൾ 3 നിര ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 2 നിരയാണ്. കുട്ടിയൊരു ഫ്ലൈറ്റ്. പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൊപ്പല്ലർ പുറത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ എൻജിൻ പുറത്തേക്കാണ് അതിൻ്റെ കറങ്ങുന്ന സാധനം ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കി ഇതേ ഫ്ലൈറ്റിലാണ് നമ്മൾ, ആ കാണുന്ന ഫ്ലൈറ്റ് പോലെയുള്ള ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പോകുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ ടയറൊക്കെ കണ്ടോ, ചെറിയ കാറിൻ്റെ ടയർ പോകണമൊക്കെ കുഞ്ഞു ടയറുകളാണ്. ഇതുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ എന്താവും എന്തോ. നോക്കി ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. ഉള്ളിൽ 2 പേര് ഇരിക്കാവുന്ന സീറ്റാണ്. അപ്പം ഇച്ചിരി കൺജഷനുണ്ട്, എങ്കിൽ പോലും കുഴപ്പമില്ല. ഫ്ലൈറ്റല്ലേ, അപ്പം അത് നമുക്ക് എന്ത് പറയാൻ പറ്റും. ഹൈറ്റൊക്കെ ആണെങ്കിലും അത്രേ ഉള്ളൂ. സാധാരണ വലിയ ഫ്ലൈറ്റിൻ്റെ അത്ര ഹൈറ്റില്ല, വീതിയില്ല, നീളമില്ല. എങ്കിലും നമ്മളൊരു ഫ്ലൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഇതിങ്ങനെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തും അതുപോലെ തന്നെ സ്ലോ മോഷൻ ഇട്ടൊക്കെ കുറേ നേരം നമ്മൾ നോക്കിയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫ്ലൈറ്റിൽ കയറുന്നത്. ചെറിയ കണക്ടിവിറ്റി ഫ്ലൈറ്റാണ്. എന്നിരുന്നാൽ പോലും ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ ഫ്ലൈറ്റുകളൊക്കെ അടിപൊളിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കയറിയിട്ട് 3 മണിക്കൂർ ലേറ്റായ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇൻഡിഗോ ഭയങ്കര പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അതുപോലെ കണക്ടിവിറ്റി. ഇപ്പോൾ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിന് വന്നിട്ട് ഇവിടെ ഇറങ്ങി അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഇൻഡിഗോ കറക്റ്റ് ടൈമിംഗ് ആണ്. കറക്റ്റ് ടൈമിൽ അവർ ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്, എങ്കിലും അത് അത്ര ഫാസ്റ്റായിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ അത് സ്ലോ മോഷൻ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വിജയവാഡയിലേക്ക് പോവുകയാണ് നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ, ബാച്ച് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ യാത്ര പോകുന്ന വഴിക്ക് ഉള്ള സംഭവമാണിത്. ഇനിയുള്ള വീഡിയോയിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക്